സർ, വാങ്ങി വിളിച്ചു. സർ പലപ്പോഴും പള്ളിയിൽ പോകുമ്പോൾ ഈ വേഷമാണല്ലോ ധരിക്കാറ്. സമീറേ, നീ കാണുന്നതല്ല എൻ്റെ പഴയ കാലം. 10ാം ക്ലാസ് കഴിഞ്ഞ് 8 വർഷക്കാലം എൻ്റെ ജീവിതത്തിൻ്റെ നിന്മോന്നതികൾ നിശ്ചയിച്ചത് ഈ കലാലയമാണ്. വാപ്പിച്ചിയുടെ കയ്യും പിടിച്ച് ചെന്ന് കയറുമ്പോൾ പ്രതീക്ഷകൾക്കപ്പുറം അമ്പരപ്പായിരുന്നു മനസ്സ് നിറയെ. നിശ്ചയമില്ലാത്ത യാത്രയുടെ പ്രാരംഭമാണെന്ന് അതെന്ന് തോന്നി. 15 വയസ്സ് കഴിഞ്ഞാൽ രുചി നോക്കുകാലമാണ്. തൻ്റെ രുചി ഏതെന്നും ഓരോരുത്തരും അറിഞ്ഞു തുടങ്ങും. ചിലർക്ക് പഠനം, ചിലർക്ക് എഴുത്ത്, അങ്ങനെ അങ്ങനെ. എനിക്കും ഒന്നിൻ്റെ അപാര രുചി കിട്ടി. ഉറക്കം. എന്നും പിടിക്കപ്പെടുന്നതും ക്ലാസ്സിലൊരു പരിഹാസപാത്രമാകുന്നതും അങ്ങനെയാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും ഞാൻ ഒറ്റക്കായെന്ന്. ചുറ്റുപാടുകൾ മടുത്തു തുടങ്ങുമ്പോഴാണ് അങ്ങനെ സംഭവിക്കാറ്. ഒരു തോന്നൽ പൊട്ടിമുളച്ച് വടവൃക്ഷമാകുന്ന പ്രക്രിയയാണത്. +2 കഴിഞ്ഞപ്പോൾ ഓർത്തോർത്ത് മടുത്തു തുടങ്ങിയ പഠന ജീവിതം മറന്നുവെച്ച് ഞാൻ വീട് പിടിച്ചു. പടിയിറക്കത്തിലെ എൻ്റെ തിരിഞ്ഞുനോട്ടങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കുന്ന ഇരയുടെ മൂർത്തഭാവം ആവാഹിക്കപ്പെട്ടതാണെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങിയിരുന്നു. എന്നിട്ട് സാറ് തിരിച്ചു പോയില്ലേ? പോയി. വീട്ടിലെത്തിയത് മുതൽ സന്തോഷമായിരുന്നു മനസ്സ് നിറയെ. ചിരിക്കാനും കളിക്കാനും മാത്രമായി മാറ്റിവെക്കപ്പെട്ട ഒത്തിരി സമയങ്ങൾ എൻ്റെ ദിനചര്യയുടെ ഗതി നിർണയിച്ചു തുടങ്ങിയിരുന്നു. അന്നൊരിക്കലാണ് ഷെരീഫ് ഉസ്താദ് വീട്ടിൽ വരുന്നത്. സാധാരണ എന്ന പോലെ കുശലാന്വേഷണങ്ങൾ. അന്നാണ് ഞാൻ ഉസ്താദിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത്. അന്ന് നിറഞ്ഞ ഗൗരവത്തോടെ ഉസ്താദ് പഠനത്തിൻ്റെ അനിവാര്യത ഓർമ്മപ്പെടുത്തി. പണ്ട് ആരോ പറഞ്ഞു വെച്ചതുപോലെ എല്ലാത്തിനും അതിൻ്റെതായ നിശ്ചിത സമയങ്ങളുണ്ടല്ലോ. എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കണം അത്. അന്ന് തൊട്ടാണ് ഞാൻ പഠനത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. വായിക്കണമെന്ന വിചാരം ഉത്കടമായതും അന്ന് മുതലാണ്. എൻ്റെ 8 വർഷങ്ങളുടെ ചരിത്രം ഇങ്ങനെയൊക്കെയാണ്. ഒന്നും നിനക്കറിയില്ല. അതെ സർ, എന്നോ ചോദിക്കേണ്ടിയിരുന്നതാണ്. എന്തുകൊണ്ടോ ഇത്രയും നീണ്ടുപോയി. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം. സത്യം പറഞ്ഞ സാറിനെ പോലുള്ള ഒരു 100,000 പേരാണ് ഇവിടെ വേണ്ടത്. നന്മ മാത്രമുള്ളവർ. ഇൻഷാ അല്ലാഹ്, എല്ലാം ദൈവനിശ്ചയം.